എടാ എൻ്റെ ചിരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കൊരു ഡെന്റൽ ക്ലിനിക്കിൽ ഒന്ന് കാണിച്ചു നോക്കിയല്ലോ. ഇതേ ഒരു ക്ലിനിക്ക് കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കയറി നോക്കാമല്ലോ. അങ്ങനെ ഐസ് എന്ന് പറയുന്ന ഒരു ഡെന്റൽ ക്ലിനിക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ കണ്ടോ പല്ലുകൾ നേരെ തെറ്റിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്മൈൽ കറക്ഷൻ ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അലൈനിങ്ങിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഡോക്ടർ അവർക്ക് പറഞ്ഞത്? എൻ്റെ പല്ലില് നമുക്ക് അലൈനേഴ്സ് വെച്ച് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി പണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ നമ്മൾ അലൈനേഴ്സിൽ ചെയ്യും. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ട്രേ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ലൈക്ക് എത്ര നാളിടണം, ഇതിൻ്റെ ട്രേയുടെ നമ്പേഴ്സൊക്കെ. അത് കറക്റ്റായിട്ട് അതിനനുസരിച്ച് ആ ട്രേ അങ്ങ് ഇട്ട് പോയാൽ മതി. അപ്പോഴത്തേക്കും ഒരു ഡ്യൂറേഷൻ തരും. ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് സ്മൈല് കറക്റ്റായിട്ട് റെഡിയായി. നമ്മളെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് സ്മൈൽ കറക്ഷൻ ഒന്ന് കാണിക്കാൻ ഓർത്തത്. പക്ഷേ പല്ലിന് ഇത്രയും വിഷയങ്ങളുണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിനിക്കായിരുന്നു കേട്ടോ. അവർ പല്ലിൽ ബ്രാക്കറ്റ് ഇടുന്നു, പല്ലിൻ്റെ ഗ്യാപ്പ്, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം അവർ പറഞ്ഞു തന്നു. ഗ്യാപ്പ് അടയ്ക്കുന്നത്, പല്ല് കമ്പി ഇടുന്നത്, ബ്രാക്കറ്റ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു ക്ലിനിക്കിന് കറക്റ്റ് ലൊക്കേഷൻ വന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ട്രെൻഡ്സിൻ്റെ തൊട്ടടുത്താണ്.